നമസ്കാരം. കിഴക്കേക്കോട്ടയിലെ അപകട മരണങ്ങളും ഗതാഗത കുരുക്കും മേൽപ്പാലവുമെല്ലാം നിരവധി വീഡിയോകളിൽ ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. ഏറ്റവും അടുത്ത കാലത്തായി കേരള ബാങ്ക് ജീവനക്കാരനായിരുന്ന എം ഉല്ലാസ് എന്ന വ്യക്തി ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് മരണപ്പെട്ട സംഭവം കരളലിയിപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് അഭിജിത്ത് എന്ന 26-കാരൻ സ്വകാര്യ ബസ്സിടിച്ച് മരണപ്പെട്ടത്. ഇതുകൂടാതെ പരിക്കേറ്റവരുടെ അവസ്ഥകൾ വേറെയുമുണ്ട്. ഒരു മരണം നടക്കുമ്പോൾ പതിവ് പോലെ സർക്കാർ ഉണരുകയും കുറെ പരിഷ്കാരങ്ങൾ നടത്തുകയും വീണ്ടും പഴയപടിയാകുകയും ചെയ്യും. 4 കോടി മുടക്കി നിർമ്മിച്ച ഫുട് ഓവർ ബ്രിഡ്ജ്, അതും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയത്, ഇപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. പരസ്യ വരുമാനം നന്നായി കിട്ടുന്നു എന്നത് മാത്രം മെച്ചം, അതും അത് സ്ഥാപിച്ച സ്വകാര്യ കമ്പനിക്ക്. ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്നത് തടയാനായി ഇടയ്ക്ക് മീഡിയൻ ഉയർത്തിക്കെട്ടിയിട്ടും തല്ലരുതമ്മാവ ഞാൻ നന്നാകില്ല എന്നതാണ് കാൽനടക്കാരുടെ അവസ്ഥ. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഉയർന്ന പടിക്കെട്ടുകൾ കയറുവാനുള്ള ബുദ്ധിമുട്ടും ഒരു കാലത്തും നേരെ ചൊവ്വേ പ്രവർത്തിക്കാത്ത ഒരു ലിഫ്റ്റുമുള്ള നടപ്പാലത്തിൽ കയറുന്നത് വളരെ അപൂർവം നാട്ടുകാർ മാത്രമാണ്. പിന്നെ സെൽഫി എടുക്കുവാനുള്ള ചെറുപ്പക്കാരുടെ ഒരു വ്യൂ പോയിന്റായി മാറിയ മേൽ നടപ്പാലം അങ്ങനെ തലയുയർത്തി നിൽപ്പുണ്ട്. വാഹനങ്ങൾക്കിടയിലൂടെ കാൽനടക്കാർ റോഡ് മുറിച്ച് കടക്കുന്നത് തടയാൻ ട്രാഫിക് പോലീസിന് കഴിയുന്നതുമില്ല. കിഴക്കേക്കോട്ട നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ഥലപരിമിതി തന്നെയാണ്. ഭൂരിഭാഗം ജനങ്ങളും സീബ്ര ലൈൻ ഉപയോഗിക്കാറില്ല. എന്നാലും ഉള്ള സ്ഥലത്ത് കർശനമായി ട്രാഫിക് നിയമങ്ങൾ നടപ്പിലാക്കുവാൻ അധികാരികൾക്ക് കഴിയുന്നുമില്ല. അപകടമരണം നടന്നപ്പോൾ മാത്രമാണ് ഇപ്പോൾ തിരക്കേറിയ സമയങ്ങളിൽ ട്രാഫിക് പോലീസുകാരുടെ എണ്ണം കൂട്ടിയത്. മുൻപ് മിക്കവാറും ഒരു പോലീസുകാരൻ മാത്രം ഇവിടെ കാണുന്ന അവസ്ഥയായിരുന്നു. മിക്കയിടങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പകരം ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് പിഴ ഈടാക്കാനാണ് പോലീസുകാർക്ക് ലഭിക്കുന്ന ഉത്തരവുകൾ. അവർ അത് വൃത്തിയായി ചെയ്യുന്നുമുണ്ട്. പിന്നെ മറ്റൊന്ന്, യാതൊരു ഗതാഗത നിയമവും പാലിക്കാതെ സിഗ്നലുകൾ നോക്കാതെ ചീറിപ്പായുന്ന വാഹനങ്ങൾ. പലരും സീബ്ര ലൈനിൽ തന്നെ വണ്ടി നിർത്തിയിടും. KSRTC ബസ്സുകൾ ബസ് ബേയിലൂടെ മാത്രം സഞ്ചരിച്ച് പഴവങ്ങാടിക്ക് സമീപത്ത് വെച്ച് പ്രധാന റോഡിൽ കയറണമെന്നാണ് നിയമം. അത് അങ്ങനെ അവർ പാലിക്കാറില്ല. അവരോട് മത്സരിച്ച് സ്വകാര്യ ബസ്സുകളും മുട്ടിയുരുമ്മും. മിക്കവാറും റോഡിൻ്റെ മധ്യത്ത് തന്നെയാണ് ആളുകളെ വണ്ടി നിർത്തി ഇറക്കി വിടുന്നത്. ഗാന്ധി പാർക്കിലെ പണി നടക്കുന്നതിനാൽ പാർക്കിങ്ങിൻ്റെ കാര്യവും തഥൈവ തന്നെ. കിഴക്കേക്കോട്ടയിൽ ബസ്സുകൾ ഏതു വഴി വരുമെന്നോ എവിടെ നിർത്തുമെന്നോ ദൈവത്തിന് മാത്രം അറിയാം. നിർത്തുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവർ റോഡിൻ്റെ എല്ലാ വശത്തേക്കും ചിതറുകയും ചെയ്യും. ചീറിപ്പായുന്ന വാഹനങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഉദ്യോഗസ്ഥർ അലംഭാവം കാട്ടുകയാണ്. ഇവിടെ നടന്ന ഭൂരിഭാഗം അപകടങ്ങളും നിരീക്ഷിക്കുമ്പോൾ അതെല്ലാം റോഡ് കുറുകെ കടക്കുമ്പോഴോ ഫുട്പാത്തിലേക്ക് വാഹനം ഇടിച്ചു കയറിയതോ ആയിരിക്കും. രാവിലെയും വൈകുന്നേരവും നല്ല തിരക്കുള്ള സമയങ്ങളിൽ ആവശ്യത്തിന് ട്രാഫിക് പോലീസുകാരുടെ അഭാവം തന്നെയാണ് മിക്ക അപകടങ്ങളെയും നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുവിധം കാര്യങ്ങൾ നേരെ പോകുന്ന അവസ്ഥയാണ് കണ്ടത്. ധാരാളം ട്രാഫിക് പോലീസുകാരും ഇപ്പോൾ ഉണ്ടായിരുന്നു. മുൻപ് KSRTCയുടെ ഇപ്പോഴുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അല്പം പുറകിലേക്ക് മാറ്റി ബസ് ബേയിലേക്ക് ബസ്സുകളെ കയറ്റിവിടുവാനുള്ള ശ്രമം, അത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ആലോചന നടന്നുവെങ്കിലും ശക്തമായ പ്രതിഷേധം കാരണം അത് ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. സ്വകാര്യ ബസ്സുകൾക്ക് കോട്ടവാതിലിനോട് ചേർന്നുള്ള സ്ഥലമാണ് ആളെ കയറ്റുവാൻ അന്ന് അനുവദിച്ചത്. എന്നാൽ അത് അവർക്ക് വരുമാന നഷ്ടമുണ്ടാകുമെന്ന കാരണത്താൽ അവർ അത് ചെവികൊള്ളാതെയും വീണ്ടും പഴയതുപോലെ തന്നെ ബസ്സുകൾ നിർത്തിയിടുവാനും തുടങ്ങി. ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും പതിവ് പോലെ അന്വേഷണം നടത്തി റിപ്പോർട്ട് വാങ്ങി ഭദ്രമായി സൂക്ഷിക്കുന്നതാണ് പതിവ്. കണക്കുകൾ നോക്കിയാൽ കിഴക്കേക്കോട്ട അടക്കം നഗരത്തിലെ റോഡുകളിൽ മൊത്തത്തിൽ 115 ജീവനുകളാണ് കഴിഞ്ഞ 11 മാസത്തിനിടെ പൊലിഞ്ഞത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 408 പേർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടു. ഇതിലധികവും ബൈക്ക് യാത്രികരായിരുന്നു, ബാക്കി കാൽനട യാത്രികരും. വേഗപരിധി ലംഘിച്ച് ചീറിപ്പായുന്ന ന്യൂജൻ കണ്ണാപ്പികൾ സൃഷ്ടിക്കുന്ന ഭീഷണിയും ഇതിനോടൊപ്പം ചേർത്ത് കാണേണ്ട കാര്യമാണ്. വെളിച്ചക്കുറവും അമിത വെളിച്ചവും മറ്റൊരു വില്ലനായി മാറുകയാണ്. നടപ്പാതയിലൂടെ നടക്കുന്നവരും അപകടത്തിൽപ്പെടുന്നുണ്ട്. മേൽ നടപ്പാലത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യ ബോർഡ് സ്ക്രീനിന്റെ വെട്ടവും രാത്രി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതിയും വളരെ നാളുകളായി ഉയരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തിലെ മറ്റൊരു വിശേഷവും കാഴ്ചയും ഒക്കെയായി വീണ്ടും കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.